പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയം, ഏറ്റവും ബഹുമാന്യനായ കെ നായരുടെ പേരുള്ള ഈ സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം എന്നുള്ളത് കായിക വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശത്രു രാജ്യത്തോട് യുദ്ധം ചെയ്യുന്ന പോലെയാണ് സത്യത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. വലിയ എതിർപ്പായി. എന്തിനാണ് ഒരു പൊതു സംവിധാനത്തിനെതിരായി ഇത്രയും എതിർപ്പ് രേഖപ്പെടുത്തുന്നതെന്ന് ചോദിച്ചാൽ സത്യത്തിൽ അതിന് ഉത്തരം പറയാൻ തന്നെ പറ്റാത്ത രീതിയിലായിരുന്നു അതിൻ്റെ നടപടികൾ. നിരവധി വിഷമങ്ങൾ തരണം ചെയ്യാതാണ് ഇതിൻ്റെ പ്രവൃത്തി പോലും ആരംഭിക്കാൻ അന്ന് കഴിഞ്ഞിട്ടുള്ളത്. പ്രളയം വന്ന സമയത്ത് ആ പ്രളയകാലത്ത് കുറച്ച് വെള്ളം ഈ ഭാഗത്ത് കയറി നിന്നായിരുന്നു ഏറ്റവും വലിയ പരാതി. പുതിയ സ്റ്റേഡിയം നിർമ്മിച്ചാൽ അവിടെ മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കും. അതുകൊണ്ട് ആ സ്റ്റേഡിയം നിർമ്മിക്കുമ്പോൾ അതിനുപയോഗിക്കുന്ന പണം നഷ്ടപ്പെട്ടു പോകുമെന്നായിരുന്നു എനിക്ക് പത്തനംതിട്ടയിൽ നിന്ന് വന്ന ഒരു കത്തിൽ എന്നെ അറിയിച്ചത്. കാരണം 55 കോടി രൂപ നഷ്ടപ്പെടുത്താൻ ഇത്തരത്തിലുള്ള സ്റ്റേഡിയം നിർമ്മാണത്തിന് നിങ്ങൾ മുതിരാൻ പാടില്ല എന്നായിരുന്നു അറിയിച്ചത്. സത്യത്തിൽ കായിക വകുപ്പിന്റെ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു വ്യക്തി എന്നുള്ളത് കാര്യങ്ങൾ എന്താണെന്ന് വളരെ പെട്ടെന്ന് തന്നെ ബോധ്യമായി. അങ്ങനെയാണ് ഞാൻ നേരിട്ട് ഇവിടെ വരുന്നതും. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്, പത്തനംതിട്ട ആശുപത്രിക്ക് വേണ്ടി പണിയുന്ന സ്ഥലത്ത് അവിടെ നിന്നും എടുക്കുന്ന മണ്ണ് നമുക്ക് ഈ സ്റ്റേഡിയത്തിൽ ഇത് തരാം, അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനെ ഉയർത്തി കാര്യങ്ങൾ ചെയ്യാമെന്ന് അവർ പറയുന്നു. ബഹുമാനപ്പെട്ട മന്ത്രിയുടെ വാക്കുകൾ ഞങ്ങൾ സ്വീകരിച്ചു. എന്തായാലും ഏത് പ്രശ്നങ്ങൾ തരണം ചെയ്തുകൊണ്ടായാലും ഈ സ്റ്റേഡിയം നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനത്തിലേക്ക്, 1ാം ഘട്ട ഉദ്ഘാടനത്തിലേക്ക് വരികയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും പ്രയാസപ്പെട്ട മറ്റൊരു സ്റ്റേഡിയം ഞങ്ങൾ ഇതേപോലത്തെ 14 സ്റ്റേഡിയങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഏറ്റവും നല്ല സ്റ്റേഡിയങ്ങൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ഇതിൽ 6 എണ്ണത്തിന് ഉദ്ഘാടനം ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ട്. അപ്പോൾ ഇത്തരം ഏറ്റവും നല്ല പദ്ധതികളാണ്. അതിൽ സ്വിമ്മിംഗ് പൂളുകളുണ്ട്, ഇൻഡോർ കോർട്ടുകളുണ്ട്, അത്ലറ്റിക് സ്റ്റേഡിയങ്ങളുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ എല്ലാ നിരവധി പദ്ധതികൾ അടങ്ങുന്ന ഏറ്റവും വിപുലമായിട്ടുള്ള 54 കോടി രൂപയോളം ചിലവ് വരുന്ന സ്പോർട്സ് കോംപ്ലക്സാണ്. പക്ഷെ അതിന്ന് ഇത്രയെങ്കിലും ഈ രീതിയിൽ 1ാം ഘട്ടം പൂർത്തീകരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ തന്നെയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മറ്റൊന്നല്ല, അതുകൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് ഈ ഉദ്ഘാടനത്തിന് ഞാൻ വരാൻ കാരണം. ഇപ്പോൾ മറ്റൊന്ന്, ഇവിടുത്തെ വികസന കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ അവർ പറഞ്ഞു. ന്യൂനപക്ഷ വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് 84 കോടി രൂപ നിങ്ങളുടെ ആശുപത്രിക്കായിട്ട് തന്നിട്ടുണ്ട്. അതങ്ങ് പറയാൻ വിട്ടുപോയി. ഞാൻ ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. പത്തനംതിട്ട ആശുപത്രിക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കാൻ 84 കോടി രൂപ കൂടി ന്യൂനപക്ഷ വകുപ്പിൽ നിന്നും ഇവിടെ അനുവദിച്ചിട്ടുണ്ട്. അത് മന്ത്രി വിട്ടുപോയതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. കേരളത്തിലെ കായിക രംഗത്ത് വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത്. വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കായിക മേഖലയ്ക്ക് മാത്രം 5000 കോടി രൂപയാണ് ഈ 10 വർഷത്തിനുള്ളിൽ നമ്മൾ ചെലവഴിച്ചത്. 5000 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പൊതുവിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ചെലവഴിച്ചതും 5000 കോടി രൂപയാണ്. അതേ തുക തന്നെയാണ് കായിക അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിലെ കായിക വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയാണ് ഇടതുപക്ഷ ഗവൺമെൻറ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ധാരാളം കാര്യങ്ങളുണ്ട്. ഞാനത് മഴയുടെ ഒരു വരവ് കണ്ടതുകൊണ്ട് ഞാനത് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ കേരളത്തിൽ അടിസ്ഥാനപരമായ നിരവധി മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഏകദേശം 300ഓളം ചെറുതും വലുതുമായ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണം ഇപ്പോൾ നമ്മൾ ഈ 10 വർഷം കൊണ്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം പദ്ധതി പ്രകാരം 166 പുതിയ കളിക്കളങ്ങളുടെ നിർമ്മാണം നമ്മളിപ്പോൾ ഏകദേശം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തങ്ങളായുള്ള സ്റ്റേഡിയങ്ങളുണ്ട്. മുനിസിപ്പൽ ഏരിയകളിലുള്ള സ്റ്റേഡിയമുണ്ട്, താലൂക്ക് തലത്തിലുള്ള സ്റ്റേഡിയങ്ങളുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ചേർന്നുകൊണ്ട് കേരളത്തിലെ കായിക മേഖല ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പണം ഒരു സർക്കാർ നേരിട്ട് ഈ മേഖലയ്ക്ക് നൽകുന്ന ആദ്യമായിട്ടാണ്. ഇതിൽ ഭാഗമായി നിർമ്മിച്ച പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന് അതിൻ്റെ പൂർത്തീകരണം ഇനി 4 മാസത്തിനുള്ളിൽ ഇൻഡോർ സ്റ്റേഡിയം, പ്രസിഡന്റ് ജോർജിന്റെ പേരിലുള്ള ഇൻഡോർ സ്റ്റേഡിയം
4 മാസത്തിനുള്ളിൽ പൂർണ്ണമായും പൂർത്തീകരിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ മഴ വന്നില്ലെങ്കിൽ നമുക്ക് 2 ആഴ്ചക്കുള്ളിൽ ഈ സിന്തറ്റിക് ട്രാക്ക് അതിൻ്റെ പ്രവൃത്തി കൂടി പൂർത്തീകരിക്കും. 2 ആഴ്ച മതി മാക്സിമം. മഴ മാറി നിന്നാൽ 2 ആഴ്ചക്കുള്ളിൽ അതുകൂടി പൂർത്തീകരിക്കും. ഇൻഡോർ സ്റ്റേഡിയം മാക്സിമം 3 അല്ലെങ്കിൽ 3.5 മാസം അതിനുള്ളിൽ തന്നെ അതിലൂടെ നിർമ്മാണം കൂടി പൂർത്തീകരിക്കും എന്ന് നിങ്ങൾക്കൊരു വാക്കുകൂടി നൽകിക്കൊണ്ട് ഈ ജില്ലാ സ്റ്റേഡിയത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം ചെയ്യും. Mount Zion Medical College Hospital, Adur, Pathanamthitta.